നമസ്കാരം. ക്രൂഡ് ഓയിൽ കയറ്റുമതി കുറയ്ക്കാനുള്ള തീരുമാനവുമായി അടുത്ത വർഷം ആദ്യം മുതലായിരിക്കും വിതരണത്തിലെ വെട്ടിക്കുറയ്ക്കൽ നടപ്പിലാക്കുക. എണ്ണ ഉൽപ്പാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെയായി ക്രൂഡ് ഓയിലിന് വലിയ തോതിൽ വിലയിടിവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വില പിടിച്ചു നിർത്താനായി വിതരണം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. വിപണിയിലേക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ എത്താതിരുന്നാൽ സ്വാഭാവികമായും വില വർദ്ധിക്കും. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഒപെക് അംഗരാഷ്ട്രങ്ങൾക്കുമേൽ നിയന്ത്രണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് കയറ്റുമതിക്കാരായ സൗദി അറേബ്യ നേരത്തെ തന്നെ വലിയ തോതിൽ വിതരണവും ഉൽപ്പാദനവും വെട്ടിക്കുറച്ചിട്ടുണ്ട്. യുടെ പുതിയ തീരുമാനത്തിലും ഒപെക് വഴി സൗദി അറേബ്യ സമ്മർദ്ദം ചെലുത്തിയതായി സൂചനയുണ്ട്. അഡ്നോക് അറിയപ്പെടുന്ന അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഏഷ്യയിലെ തന്നെ ചില ഉപയോക്താക്കൾക്കുള്ള ക്രൂഡ് ഓയിൽ ചരക്കുകളുടെ വിഹിതം വെട്ടിക്കുറച്ചു എന്നാണ് റിപ്പോർട്ട്. അതേസമയം തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പ്രതിദിനം 4.85 ദശലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് അഡ്നോക് പറയുന്നത്. ഒപെക് പരിധിയേക്കാൾ ഏകദേശം 2 ദശലക്ഷം ബാരലുകൾ അധികമാണ് ഇത്. പരമാവധി ഉൽപ്പാദനം നടത്താനുള്ള യുടെ നീക്കം സൗദി അറേബ്യയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. 2027 ക്രൂഡ് ഓയിൽ ഉൽപ്പാദന ശേഷി 5 ദശലക്ഷം ബാരലുകളായി വർദ്ധിപ്പിക്കുകയാണ് എന്നതാണ് യുടെ ലക്ഷ്യം. ഇതിനായി അഡ്നോക് 2023 മുതൽ 2027 വരെയുള്ള ആസൂത്രിത ചെലവ് $150 മില്യൺ ഉയർത്തുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി വിപുലീകരണ പദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. പുതിയ സ്ഥലങ്ങളിലെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 2018-ലും 2019-ലും അബുദാബി, ഷാർജ, റാസൽ ഖൈമ എമിറേറ്റുകളിൽ പര്യവേക്ഷണ ബ്ലോക്കുകൾക്കായി നിരവധി അനുമതി നൽകിയിരുന്നു. ആഭ്യന്തര എണ്ണ കമ്പനികൾക്കൊപ്പം അന്തർദേശീയ എണ്ണ കമ്പനികൾക്കും അനുമതി നൽകി എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം. ആദ്യമായിട്ടായിരുന്നു യുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം നടക്കുന്നത്.